ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടിയിലാട്ടോ. ഞാൻ ഇപ്പം കുറച്ചായിട്ട് നടിയിൽ മാത്രമാണ് കാണിച്ചത്. ഇപ്പം നടിയിൽ ഏതാണെന്ന് വെച്ചാൽ പൂച്ചെടിയാണ്. ഇന്നലെ ബോള് പോലെ 10 മണി പൂച്ചെടി അതുണ്ടാക്കുന്നത് കാണിച്ചു, ഡെയ്സി കാണിച്ചു, മെലസ്റ്റോമ കാണിച്ചു. അതൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന വിധം എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു. അതുപോലെ ഉണ്ടാക്കുന്നവർ കുറേ പേരുണ്ട്. അപ്പം ഇന്ന് ഞാൻ നടിയിലുമായിട്ട് വരുന്നത് പച്ചക്കറിയാണ്. പച്ചക്കറിയിൽ ഒന്നൊന്നും അല്ല കേട്ടോ, കുറേ പച്ചക്കറി നടുന്നുണ്ട്. നമ്മൾ പച്ചക്കറി നട്ട് കഴിഞ്ഞ് നമ്മൾ തക്കാളിയൊക്കെ നട്ട് കഴിഞ്ഞ് പൂവിടാൻ തുടങ്ങി നമ്മൾ വേറെ തക്കാളി നടണം. എന്നാലേ നമുക്ക് ഇങ്ങനെ തുടർച്ചയായി തക്കാളി കിട്ടുള്ളൂ. ആ തക്കാളി അങ്ങ് തീരുമ്പോൾ ഈ തക്കാളി ആളാവും. അതുപോലെ തന്നെ വഴുതിന, അതുപോലെ തന്നെയാണ് ക്യാബേജ് നമ്മൾ 3 മാസം കഴിഞ്ഞ് വിളവെടുത്ത് കഴിഞ്ഞാൽ വേറെയും ക്യാബേജ് വേണ്ടേ നമുക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ക്യാബേജ്, വഴുതിന, തക്കാളി ഒക്കെ ഒന്ന് നടുക കേട്ടോ. ഞാൻ നിങ്ങൾക്കൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നടുന്നത്, നിങ്ങളെ കാണിച്ചുകൊണ്ട് നടുന്നത് കേട്ടോ. എന്നാൽ വരി നമുക്ക് നടാലോ. ഞാൻ പച്ചക്കറി ഒന്നും നടുക നിലത്തല്ല കേട്ടോ. നിലത്ത് സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക് സഞ്ചി, അതായത് സിമൻറ്റ് ചാക്കിലാണ് നടുന്നത്. ഈ സ്ഥലമില്ലാത്തവർക്കൊക്കെ നല്ല മാർഗ്ഗമാണ് ഈ സിമൻറ്റ് ചാക്ക് നടുക എന്നുള്ളത്. നമ്മൾ കുറഞ്ഞ മുറ്റമൊക്കെ ഉള്ളവർക്ക് സൈഡിലൊക്കെ കൊണ്ടുപോയി വെക്കാം, എടുത്ത് വെയിലുള്ളിടത്തൊക്കെ കൊണ്ടുപോയി വെക്കാം, നല്ല സൗകര്യമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ക്വാർട്ടേഴ്സിലും ഫ്ലാറ്റിലും ഒക്കെ ജീവിക്കുന്നവരാണെങ്കിൽ ഒഴിവായി പോകുമ്പോൾ ഇതൊക്കെ ചാക്കിലാക്കി അങ്ങ് പോവാം, ലോറിയിലിട്ടിട്ട് എല്ലാം കൊണ്ടും സൗകര്യമാണ്. ഇപ്പോൾ ഞാൻ സിമൻറ്റ് ചാക്ക് റൗണ്ടിൽ നിന്ന് കിട്ടണം. അതിന് ഞാൻ ബാക്ക് കെട്ടിയ കണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ഇങ്ങേ അറ്റും കെട്ടി, എന്നിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് മറിച്ചിടും. ഈ മറിച്ചിടുന്നത് മറിച്ചിട്ട് അതിൻ്റെ പരസ്യമൊക്കെ പോകുമ്പോൾ കുറേ സിമൻറ്റ് ചാക്കിൽ നടുകയാണെങ്കിൽ എല്ലാം ഒരേ കളറിൽ ഒരു ഭംഗിയാണ്. എന്തിനും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഭംഗിയാകുമ്പോൾ രസമല്ലേ അത്. അപ്പോൾ ഞാനിങ്ങനെ റൗണ്ട് ഇങ്ങനെ മടക്കി തിരിച്ചിട്ടപ്പോൾ അങ്ങ് റൗണ്ട് തോന്നിയില്ലേ. ഹോൾസ് ഇട്ടണേ, ഹോൾസ് നിർബന്ധമാണ്. ഹോൾസ് ഇട്ടില്ലെങ്കിൽ ചെടി നട്ടിട്ട് കാര്യമില്ല, ചീഞ്ഞു. ഇതങ്ങനെ അങ്ങായി. ഇനി ഞാൻ ഇത് തുടങ്ങട്ടെ കേട്ടോ. ഞാൻ നടുന്ന രീതി കാണിച്ചു തരാം. എൻ്റെ പച്ചക്കറി തന്നെ ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഉണ്ടായത്. ഫസ്റ്റിൽ തന്നെ നമ്മൾ ഇടേണ്ടത് ചകിരി. ഈ ചകിരി ഏതാ അറിയോ? ഈ ചകിരി എൻ്റെ ബെഡ് പൊളിച്ചതാണ്. എൻ്റെ സ്ഥിരമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവർ എനിക്ക് കുറേ പേരുണ്ട്. അവർക്ക് ഞാൻ ബെഡ് പൊളിച്ചെന്ന് പറയുമ്പോൾ ചിരി വരും. ആദ്യമായിട്ട് കാണുന്നവർക്ക് നല്ല ഉപകാരം ഉണ്ടാവും. കാരണം എന്താ പറയുക, അവരും കത്തിക്കാനൊക്കെ വെച്ചതൊക്കെ ഉണ്ടാവുമല്ലോ. മക്കൾ വലുതായി കഴിഞ്ഞാൽ മൂത്രമൊഴിച്ച് ലാസ്റ്റ് കത്തിക്കലാണ് ഒരുവിധം വീട്ടിലൊക്കെ. അപ്പോൾ അത് നമുക്കിങ്ങനെ ഉപകരിക്കാം, നമുക്ക് ചെടി നടാം. അങ്ങനെ നമ്മൾ ഇതിട്ട് കഴിഞ്ഞാൽ മണ്ണ് കൂത്തി ഒലിച്ചങ്ങ് പോകൂല. നമ്മൾ നനയ്ക്കുമ്പോൾ അവിടെ പിടിച്ച് നിൽക്കും, പിന്നെ കുറച്ച് ഈർപ്പം നിൽക്കും. അങ്ങനെയൊക്കെ കുറേ ഗുണങ്ങൾ ഇതിനുണ്ട് കേട്ടോ. മണ്ണ് കുത്തിയൊലിച്ച് പോയാൽ കഴിഞ്ഞില്ലേ. പിന്നെ കുത്തിയൊലിച്ച് പോകുമ്പോൾ ഹോൾസ് അടഞ്ഞു പോവും. അപ്പോൾ ഹോൾസ് അടഞ്ഞു പോയാൽ വെള്ളം കെട്ടി നിന്നിട്ട് പച്ചക്കറി ചീഞ്ഞു പോവും. അങ്ങനത്തെ കുറേ ഗുണങ്ങളുണ്ട്. ഇനി ഞാൻ അടുത്ത പോട്ടി മിക്സ് ഇട്ടിട്ട്, എൻ്റെ പോട്ടി മിക്സ് എന്താണെന്നറിയോ? വാഴത്തട ഞാൻ നുറുക്കി അടട്ടിച്ച്. ഒരു വാഴ വെട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, ആ വാഴത്തട നമ്മൾ വെട്ടി നുറുക്കി അട വെച്ചാൽ കുറച്ചങ്ങ് വെള്ളമൊക്കെ ഒന്ന് വറ്റിയാൽ നമുക്ക് ചെടിക്കെടുക്കാം. നല്ലൊരു വളമാണത്. അത് കമ്പോസ്റ്റായി മാറിയാലുണ്ടല്ലോ സൂപ്പർ വള. അപ്പോൾ ഒരു വാഴ വെച്ചാൽ നമുക്ക് പല ഗുണങ്ങളും ഉണ്ട്. വളർന്ന് വന്നാൽ ഇല നമുക്ക് ആവശ്യമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ കുലച്ച് കഴിഞ്ഞാൽ പൂമ്പ് ആവശ്യമാണ്. പിന്നെ കൊല വലുതായി മൂപ്പെത്തിയാൽ പഴുത്ത കായ നമുക്ക് പഴം കിട്ടും, കായുപ്പേരി വെക്കാം. അത് വെട്ടിക്കഴിഞ്ഞാൽ കാമ്പോ പറയണ്ട, നല്ലൊരു മരുന്നാണ്. അതൊക്കെ കഴിഞ്ഞ് നാര് നമുക്ക് കയറാക്കി എടുക്കും. പിന്നെ വാഴത്തട ചെടിക്ക് വേണ്ടി ആ പരിസരം തന്നെ അങ്ങ് വൃത്തിയാവും. അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് മണ്ണിടട്ടെ. കുറച്ച് മണ്ണിട്ടാൽ ഈ വാഴത്തട വേഗം കമ്പോസ്റ്റ് ആയിക്കോളും. പിന്നെയെന്ന് പറഞ്ഞാൽ മണ്ണ് പാറ പോലെ ഉറക്കൂല, നല്ല സോഫ്റ്റ് മണ്ണാവും. അതിൻ്റെ ഇടയിൽ പുല്ലൊക്കെ ഉണ്ടാവും. അതിൻ്റെ അടിയിൽ നിന്നോട്ടെ കേട്ടോ. പുല്ലെന്ന് പറഞ്ഞാൽ നല്ല നൈട്രജൻ കണ്ടൻറ്റാണ്, പച്ചപ്പുല്ലൊക്കെ. ഇനി കുറച്ചും കൂടി വാഴത്തട ഇടട്ടെ കേട്ടോ. ഞാൻ
കുറച്ചും കൂടി വാഴത്തട ഇട്ടു കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഈ ചാക്ക് റൗണ്ട് പോലെ തോന്നുന്നില്ലേ? റൗണ്ടിൽ നിൽക്കും. പിന്നെ കാബേജൊക്കെ അല്ലേ, കാബേജ് ഇതിന് ഫസ്റ്റാ. ഈ റൗണ്ടും ഈ ഹൈറ്റും വേര് ഓടാനേ, വേരോട്ടത്തിനൊക്കെ ഫസ്റ്റാ. ഇപ്പോൾ ഞാൻ ഇതിൽ എന്തൊക്കെ നട്ടുവെന്നറിയോ, എന്തൊക്കെ ഇട്ടു എന്നറിയോ? അടിയിൽ ഞാൻ ചകിരിട്ട്, പിന്നെ ഞാൻ വാഴത്തട നുറുക്കിയത്. നല്ലൊരു വളമാണ്. കരിയില കമ്പോസ്റ്റ് ഇടുന്നില്ല കേട്ടോ. എന്നോട് ചോദിച്ചിരുന്നു ഒരാൾ, കരിയില കമ്പോസ്റ്റ് ഇടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതിലെന്താ ധാരാളമാണ്. ഞാൻ കുറച്ച് മണ്ണിടട്ടെ കേട്ടോ. പിന്നെ നമ്മളെ കുടുംബത്തിലെ യൂട്യൂബ് കുടുംബത്തിലെ അഞ്ജുവിന് സുഖമല്ല കേട്ടോ. അഞ്ജുവിന് സുഖമല്ല, കിഡ്നി സംബന്ധമായ എന്തോ ഒരു അസുഖം. അപ്പോൾ അഞ്ജു എന്നിട്ട് കിടക്കുമ്പോൾ ഫുൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ, എൻ്റെ കൃഷി വീഡിയോ ആണല്ലോ. അപ്പോൾ അതൊക്കെ മാറി എഴുന്നേറ്റ് അഞ്ജു പിന്നെ ചെയ്താൽ എന്താ അറിയോ, മുറ്റം നിറയെ പച്ചക്കറി. ഇപ്പോൾ അഞ്ജു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, എന്തൊക്കെയോ പച്ചക്കറിയാണ് വിളവെടുത്തത്. തക്കാളി, പച്ചമുളക് വിളവെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഇട്ട അഞ്ജു. അങ്ങനെ ഓരോരുത്തരെ പ്രചോദനമാണ് എൻ്റെ വീഡിയോ. അങ്ങ് സൂപ്പറായിട്ട് മുറ്റം നിറയെ പച്ചക്കറിയാണ് എന്നുള്ളത്. അങ്ങനെ എത്രയോ ആൾ എനിക്ക് മെസ്സേജ് വിട്ടു കേട്ടോ. ഇങ്ങനെ അങ്ങ് നട്ടാൽ മതി, ഒരു 5 പൈസ കൊടുക്കണ്ട, വീട്ടുകാരെ ബുദ്ധിമുട്ടാക്കണ്ട. ഇനി ഞാൻ നടാൻ പോവാം കേട്ടോ. കണ്ടല്ലോ ഞാൻ നിറച്ചത്. ഞാൻ ഒരു തരം 3 സൈസ് പച്ചക്കറി ഞാൻ നടുന്നുണ്ട് കേട്ടോ. ഒന്ന് തക്കാളി, പിന്നെ കാബേജ്, വഴുതിന. ഇതിപ്പോൾ ഞാൻ തക്കാളിക്ക് എടുക്കും. ഇനി ഇതുപോലെ തന്നെ 2 എണ്ണം ഞാൻ ഫുള്ള് നിറച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇത് വഴുതിനൊക്കെ എടുക്കണം. ഇനി ഒന്നും കൂടെ ഉണ്ട്. ഞാൻ നിങ്ങൾക്കൊരു പ്രചോദനമായിട്ട് ദിവസേന ഇങ്ങനെ പച്ചക്കറിയൊക്കെ നടുന്ന ഒരു രസമാണല്ലോ. ഇത് 3ാമത്തത്. 3 എണ്ണം അന്ന് നടുന്നത്. എനിക്ക് എന്തെങ്കിലും നട്ടുകൊണ്ടിരിക്കണോ, പിന്നെ ഇഷ്ടം പോലെ വിളവെടുക്കണം. അതൊക്കെ ഒരു വീക്ക്നെസ്സാണ്. ഇതിങ്ങനെ നടുക, നിങ്ങളെ കാണിക്കുക, നിങ്ങൾ അതുപോലെ നട്ടിട്ട് എന്നോട് പറയാതില്ല, ഞാൻ സന്തോഷിക്കുക. എനിക്കത് ഇപ്പോൾ ഇത്രയേ വേണ്ട. നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ ഒരു ബുദ്ധിമുട്ടാക്കി വേണ്ട വീട്ടുകാരട്ടോ. വളത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഇപ്പോൾ ഇതിപ്പോൾ അങ്ങ് കിട്ടിയെന്ന എവിടുന്നറിയോ, സിമെൻറ്റ് പണി എടുക്കുന്ന വീട്ടിലൊന്ന് പോയി നോക്കി, റോഡ് പണി എടുക്കുന്നിടത്തൊന്ന് പോയി നോക്കി, മല പോലെ അട്ടിക്കട്ടിക്ക് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അവരോടൊന്ന് ചോദിച്ചാൽ മതി, ഒരു സിമെൻറ്റ് ചാക്ക് തരുമോ? അത് കേട്ടാൽ മതി, അവർ ഫുൾ കൊണ്ടുപോയിക്കോളിന്ന് അറിയും. കാരണം അത് ഒഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി. നമുക്കാണ് ഒരു അനുഗ്രഹം. എന്തൊക്കെ നടാ. ഇതിൽ വരിയായിട്ട് ഇഞ്ചി ഇട്ട് നോക്കി, നല്ലതാണ്. ഇനി ഞാൻ നടാൻ പോവാം കേട്ടോ. 3 എണ്ണം ഞാൻ നിറച്ച് കഴിഞ്ഞു. ഫസ്റ്റിൽ ഞാൻ നടുന്നത് തക്കാളിയാണ്. തക്കാളി തൈൻ്റെ വലുപ്പം നോക്ക്, ഭീമ തക്കാളി തൈയാണ്. ഈ തക്കാളി തൈ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ. എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയറിയോ? നമ്മൾ കരിയില കമ്പോസ്റ്റ് ഇട്ടിട്ടാണല്ലോ ഓരോ ചെടി നടുന്നത്. അപ്പം നനച്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് മുളച്ചുണ്ടായ തക്കാളി തൈയായത്. ഇത്രയും വലിപ്പം. ഈ വലിപ്പം ഒരു ഗുണമുണ്ട്. തക്കാളി തൈ നടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? സാധാ ചെടികൾ നമ്മൾ ഇങ്ങനെ അങ്ങനല്ലേ നടല്, വേര് കുഴിച്ചല്ലേ നടല്. തക്കാളി തൈ നമ്മൾ നടുമ്പോൾ കിടത്തി നട്ടു നോക്കി, കൂടുതലായിട്ട് നിറയെ ഇത്രയും ഭാഗം നമ്മൾ കിടത്തി കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്ത് വേര് വരും. നമ്മൾ ചീരക്കൊന്നും അങ്ങനെ വരൂല കേട്ടോ. ഇപ്പം നമ്മൾ ഫസ്റ്റിൽ ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം ഫസ്റ്റിൽ തക്കാളി തൈ 2 എണ്ണം നടുന്നുണ്ട്. 2ഉം തിരിച്ചും മറിച്ചു. ഇതങ്ങനെ കേട്ടോ കിടത്തുന്നത്. ഒന്ന് അപ്പുറത്തേക്കും കിടത്തി, ഒരാളെ കാലുഭാഗം ഇവിടെ, മറ്റേ തലഭാഗം അവിടെ, അങ്ങനെയൊക്കെ കിടത്തുന്നതാ. ഇങ്ങനെ അങ്ങ് കിടത്തുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ മണ്ണിടുക. അത് ഫുൾ നമുക്ക് വേര് വരും. നിറയെ വേര് വന്നുള്ള ഗുണം എന്താ അറിയോ? അത്രയ്ക്കും ചെടിക്ക് കരുത്തുണ്ടാവും. കരുത്തുണ്ടായാൽ നിറയെ ശാഖ വരും. ശാഖ വന്നു കഴിഞ്ഞാൽ അത്രയ്ക്കും പൂക്കളുണ്ടാവും. പൂക്കളായാൽ പിന്നെ പറയണ്ടല്ലോ, നമ്മളെ തക്കാളിക്ക് ഒരു കായ്ക്കും. ഇത് മണ്ണിൻ്റെ അടിയിലേക്ക് പോക്കണം കേട്ടോ. അത് നിർബന്ധമാണ്. മണ്ണിൻ്റെ അടിയിലേക്ക് പോക്കണത്. ഈ തണ്ട് ഭാഗം കൂടുതലും, 3/4 ഭാഗം തണ്ടും നനക്കണം. എന്നാലും ഇത് ശരിക്കും നിൽക്കും. നനച്ച് കാണിച്ചിരുന്നുണ്ട്. ഇനി ഇതില്ലേ, ഇതിങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. ഇങ്ങനെ കെട്ടിക്കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ നിന്നോളൂ. അതിനൊന്നും കുഴപ്പമില്ല, വരും. ഞാൻ നനക്കട്ടെ.
നനച്ചാൽ ഇത് നിൽക്കൂല, പൊന്തി വരിക. അല്ലെങ്കിൽ നല്ലോണം ചാലാക്കണം, ചാലാക്കിയാലേ നിൽക്കൂ. അത് ഞാൻ എൻ്റെ പരാജയങ്ങളൊക്കെ നിങ്ങളെ തന്നെ നേരിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാലോ. കുഴിച്ച് കഴിഞ്ഞാലല്ല ഇത്രയും ഭാഗം മണ്ണിൻ്റെ അടിയിലോട്ട് പോവുക. ഞാൻ കുപ്പിയിൽ ഇങ്ങനെ തലതിരിഞ്ഞ തക്കാളി ഉണ്ടാക്കി നിറച്ച് വേരാ. ഇപ്പം എങ്ങനെയാണ് തക്കാളി നടുന്നത്? കുറച്ചുകൂടി മണ്ണിടട്ടെ കേട്ടോ. ഇനി കെട്ടിക്കഴിഞ്ഞ് മണ്ണിട്ട് നനച്ച് കഴിഞ്ഞാൽ ഒരു ഉഷാറ് വരും. ഇത് നല്ല വേര് വരും. കയ്യറങ്ങ് ഊരിയതാട്ടോ. എന്താണെന്നറിയോ, എനിക്ക് പച്ചക്കയ്യാണ് ഇഷ്ടം, എന്നാലേ പണിയെടുക്കാൻ മിടുക്കുണ്ടാവുള്ളൂ. ഞാൻ ഇതിൻ്റെ അറ്റം നമ്മളിങ്ങനെ പൊന്തിച്ച് കൊടുക്കണം. പൊന്തിച്ച് കൊടുത്താൽ മാത്രമേ ഇത് വളയതാ ഇങ്ങനെ അങ്ങോട്ട് കെട്ടുക. കയറ് കിട്ടാത്തവരും കമ്പ് കിട്ടാത്തവരും ആരും ഇല്ലല്ലോ. തക്കാളി തൈക്ക് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എങ്ങനെ നടാവും, എന്നാൽ സൂപ്പറായിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടായതൊക്കെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ തക്കാളി ഉണ്ടായത് മറ്റ് ചെടികൾക്ക് ഇത്ര വേര് വരൂല, തക്കാളിക്കാണ് ഞാൻ അങ്ങനെ കണ്ടത്. ഇനിയിപ്പോൾ നട്ടു പോയവരാണെങ്കിൽ പ്ലാസ്റ്റിക് പൊട്ടിച്ചിട്ട് മണ്ണ് നിറച്ചാലും മതി കേട്ടോ. അത് കുറച്ചുകൂടി മണ്ണ് ഇടണം. അങ്ങനെ വിജയകരമായിട്ട് തക്കാളി തൈ നട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ തക്കാളി തൈ കിടത്തി കാണിച്ചെന്നല്ലോ. ഞാൻ ഇതിൻ്റെ മുമ്പ് നട്ടേക്ക് തക്കാളിക്കൊട്ടയിൽ കിടത്തി കതാണ്ടോ എത്ര ശാഖ ഉണ്ടായ നോക്ക്. 1 2 3 4 നോക്ക്. ഇവിടെയൊക്കെ ശാഖ വന്ന് കണ്ടോ. അതിൻ്റെ അടിയിലൊക്കെ ഇത്ര ഇങ്ങ് വന്ന് അപ്പറും ഇപ്പറും. ഇതെല്ലാം എൻ്റെ തക്കാളി അതും ഇതുമൊക്കെയാണ്. ഇതെല്ലാം തക്കാളി ഇത് ഉഷാറായി വരുന്നത് കണ്ടോ. എനിക്ക് തക്കാളി തൈ എവിടുന്നാണ് കിട്ടിയത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കമ്പോസ്റ്റിൽ നിന്ന് മുളച്ചുണ്ടായ തക്കാളി തൈ. ഞാനൊന്നും പൈസ കൊടുത്തില്ല കേട്ടോ, ചില്ലിക്കാശ് മുടക്കില്ല. ഇനി ആ കാബേജ് തൈ എവിടുന്നാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു തരട്ടെ. ഇതെൻ്റെ കാബേജ് ഞാൻ വിളവെടുത്തതാ. ഈ കാബേജ് ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ ആ കുറ്റിയ, ഇത് കുറ്റിയ. ആ കുറ്റിന്ന് ചുറ്റും കാബേജ് ഉണ്ടായി കണ്ടോ. ചുറ്റും കാബേജല്ല, കാബേജ് തൈ ഉണ്ടായത്. ആ തൈന്ന് നമ്മളിതാ ഒന്ന് പൊട്ടിച്ചെടുത്തിന് ഞാൻ. ഇങ്ങനെയാണ് തൈ ഉണ്ടാവുക. അതാ ആ തൈ ഇതവിടെ അങ്ങനെ ഉണ്ടാവുക. ഞാൻ പൊട്ടിച്ച് കാണിച്ചു തന്നതാ. അതാ കണ്ടില്ലേ. ഈ തൈ ഞാൻ പ്ലാവിൻ്റെ ഇല കുമ്പിൾ കുത്തി മണ്ണ് നിറച്ച് ഞാനിതിട്ട് ഇറക്കി വെക്കും, തണലത്ത് വെക്കും. എന്നിട്ട് ഇതിൽ നിറയെ വേര് വരും. ആ വേര് വന്ന് അങ്ങ് നട്ടാൽ മതി, സൂപ്പർ കാബേജ് ഉണ്ടാവും. അങ്ങനെ ഞാൻ പിടിപ്പിച്ച് കാബേജ് അത് തൈയാണ് ഇത്. ഇതാ വേര് വന്നു. വേര് ഇതാണ്ടോ ചുറ്റും വേരാ. ഇതാ കണ്ടോ വേര് വന്ന്. ഇവിടൊക്കെ വേര് വന്ന് കണ്ടോ. നല്ലൊരു തയ്യായി മാറി. ഇതൊക്കെ നമുക്ക് നഴ്സറിയിൽ നിന്ന് കിട്ടുമോ അത്രയും നല്ല. ഇനി ഞാൻ നടട്ടെ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. നല്ല അടിപൊളിയായിട്ട് വളരട്ടെ. എൻ്റേത് മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റേത് കണ്ട് അതുപോലെ ഉണ്ടാക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നന്നായിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 എണ്ണം നട്ട് കഴിഞ്ഞു. ഇപ്പോൾ തക്കാളി നട്ടു. അങ്ങനെ നട്ട കാബേജ് നോക്കി, കാബേജായി വന്ന് ഷോറ് കണ്ടോ. 1 2 ഇതൊക്കെ കാബേജാ. ഇവിടൊക്കെ കാബേജ്. ഞാനത് വിളവെടുത്തിട്ട് നിറയെ തൈ ഉണ്ടായത്. ഇതാ വേറെ അതെല്ലാം തക്കാളി ഞാൻ അപ്പുറം കാണിച്ചു തരാം. ഇനി അടുത്ത് എൻ്റെ കാബേജ് അങ്ങനെ നട്ടതാ. ഇത് കിട്ടോ നോക്കി. ഒരു ചാക്കിൽ നിറയെ കരിയില നിറച്ചിട്ട് നട്ട്. ഞാൻ നടുമ ചെറിയ തയ്യല്ലായിരുന്നു. അപ്പോൾ ഇത്രയും സ്ഥലം ഒഴിവേണ്ടപ്പോൾ ഒരു ചീര നട്ടു കൊടുത്തത്. ചീര വലുതായി. തക്കാളിയല്ല കാബേജ് ഇങ്ങ് വലിപ്പം വെച്ച് ചീര പറിക്കണം. ചീര ഞാട വേണ്ട. കാബേജ് ഷറായി കണ്ടോ ചാക്കിൽ. കണ്ടോ എൻ്റെ വഴുതിനെ കണ്ടോ. ഞാൻ അങ്ങനെ ഉണ്ടാക്കിയ വഴുതിനെ കണ്ടോ. 1 2 3 ഇതൊക്കെ കണ്ടോ. അല്ല ഇതാ ഇവിടൊക്കെ കായ്ച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം വഴുതിനതാ നോക്ക്. മൂത്ത് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നട്ട വഴുതിനത്. ഇനി ഞാൻ തക്കാളി തൈ കാണിച്ചു തരാം. ഞാൻ സ്പോട്ടിൽ തന്നെ അങ്ങ് നനച്ചു കൊടുക്കട്ടെ കേട്ടോ. ഇതിൽ അത്ര വേഗം താഴെ ഒലിച്ചു പോകൂല. കാരണം ഇതിൽ നിറയെ വാഴത്തട ഉള്ളത് കൊണ്ട് പിടിച്ച് നിർത്തും. നല്ല വേനലാണല്ലോ, നമ്മളെന്നെ ദാഹിക്കുക, വാടിപ്പോവുക. അപ്പോൾ ഈ ചെടികളും അതുപോലെ വാടും. അതിന് വാഴത്തട ഇട്ടാൽ ഫസ്റ്റാ.
ജീവൻ വെച്ചിട്ട് AC കിടക്കും പോലെ ഇവർക്ക് കിടക്കാം. അങ്ങനെ എന്നേയും കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. പച്ചക്കറി നട്ടതും തൈ ഇവിടുന്ന് കിട്ടിയത് എന്നുള്ളതും തൈ അങ്ങനെ നട്ട് ഉഷാറായി വന്നതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിച്ചു തന്നില്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.